എനിക്ക് നോപ്പിയിലൊരു പേഷ്യൻ്റ് വന്ന്. പേഷ്യൻറ്റിന് ഇടുപ്പിനൊരു പൊട്ടലാണ്, ചെറിയ പൊട്ടലാണ്, ഭയങ്കരമായിട്ട് അങ്ങ് അകന്നു പോയിട്ടില്ല. ഒരു 2-3 മാസം ഒത്തിരി നടക്കാതെ ഒരു കട്ടിലെ കിടന്നാലും യോജിക്കാൻ സാധ്യതയുള്ള. എന്നിട്ട് ഞാൻ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യും. ഈ പേഷ്യൻറ്റിന് 72 വയസ്സുണ്ട്. അസ്ഥി യോജിക്കുക എന്നുള്ളത് ഒരു നോർമൽ പ്രോസസ്സാണ്. അത് നമ്മുടെ ശരീരം തന്നെ ചെയ്തോളും. ഒത്തിരി നമ്മൾ സർജറിയിലൊക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുക്കുക, അസ്ഥി പൊട്ടിയിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ചേർത്ത് വെക്കുക എന്നീ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മുടെ ശരീരം ഇത് യോജിപ്പിക്കാനായിട്ട് ഏകദേശം 1.5 മാസം മുതൽ 3 മാസം വരെ, ചിലപ്പോൾ 9 മാസം വരെ എന്ന് പറയാം, പക്ഷേ ഒരു ആവറേജ് നോക്കി ഒരു 3 മാസം വരെയൊക്കെയാണ് ഈ പൊട്ടലുകൾക്ക് അസ്ഥി യോജിക്കാനായിട്ട് എടുക്കുന്ന ഒരു സമയം. അത്രയും കാലം ഈ അസ്ഥി അകന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാത്ത പക്ഷം അകന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ കെയർ എടുക്കേണ്ടി വരും. ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കമ്പിയും ഇംപ്ലാന്റുകൾ വെച്ച് അത് ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അകന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മൾ എടുക്കേണ്ട കെയർ കുറവാണ്, അത്രയും കുറച്ച് മതി. അപ്പം പേഷ്യൻറ്റിനെ കട്ടിലയിൽ എണീപ്പിച്ചിരുത്താനും വാക്കർ സഹായത്തോടു കൂടി നടത്താനും ഒക്കെ ഈ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധിക്കും. അതായത് ഈ അസ്ഥി യോജിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പം ഈ അസ്ഥി യോജിക്കാനായിട്ട് നമ്മൾ അല്ലാത്ത വഴിയിൽ നോക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്യാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 മാസം പേഷ്യൻറ്റിനെ കട്ടിലെ കിടപ്പയിൽ കിടത്തണം. പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പോരാതെ തന്നെ ഈ 3 മാസം എന്നുള്ളത് ഈ 60 വയസ്സ് 70 വയസ്സുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗ്നിഫിക്കൻറ്റ് ടൈമാണ്. ഇവരുടെ മസിലുകൾ വേസ്റ്റിങ് ഉണ്ടാകും. അതായത് പിന്നീട് അവർക്ക് അസ്ഥി യോജിച്ചെങ്കിൽ പോലും നടക്കാനായിട്ട് സാധിക്കാതെ വരും. നടക്കാനായിട്ട് അസ്ഥി മാത്രം പോരല്ലോ, മസിലുകളും വേണമല്ലോ, ബലം വേണമല്ലോ. ആ ബലമില്ലാതെ വരികയും അവർ പലപ്പോഴും ബെഡ് റിഡൻ ആയി പോകാനും ഉള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, കുറേ ആൾക്കാർക്ക് അത്യാവശ്യം മസിലിൻ്റെ പവർ റിസർവ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ 3 മാസം കാലം അവർ മറ്റുള്ളവരുടെ ഒരു കെയറിലായിരിക്കും, ഫുള്ളി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ടോയ്ലറ്റിൽ പോകാൻ പോലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് ആൾക്കാരുടെ സൈക്കോളജിയിൽ തന്നെ മാറ്റം വരും. ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. അതായത് അവർക്ക് ആരോഗ്യം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ സൈക്കോളജിക്കലി അവർ മറ്റുള്ളവരോട് ഡിപ്പെൻഡൻ്റ് ആയി പോകും. ഒട്ടുമിക്ക കേസുകളിലും തിരിച്ചൊരു നോർമൽ അവരുടെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ആൾക്കാർ എത്താൻ ഉള്ള സാധ്യത കുറവാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള പൊട്ടലുകൾക്ക് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുന്നത്.